ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. അപ്പോൾ അതേ എനിക്കിന്ന് കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ നാത്തൂന് കൊടുത്തയച്ചതാണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ. അപ്പം എണ്ണിക്കാമ്പ്, വായക്ക, കർമൂസ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊടുത്തയക്കുന്നതാണ് കേട്ടോ. നല്ല കാന്താരി മുളകൊക്കെ ഉണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ കൂടെ വെച്ച് നല്ലൊരു കൂട്ടാൻ തയ്യാറാക്കാന്ന് കേട്ടോ. അപ്പോൾ അതേ കർമൂസ എണ്ണിക്കാമ്പൊക്കെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കിഴങ്ങ് പൂളയും വാങ്ങി. അപ്പോൾ അത് നമ്മൾ തൊലി ചെത്തിയതേ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഒരു ചെറിയൊരു ചേമ്പത്തും. അപ്പോൾ അതിലേക്ക് നല്ല നാടൻ മറ്റേ ചെറിയ ചേമ്പത്തിലേക്ക് കണ്ടമലൊട്ടി ചേമ്പത്ത്, അതൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയ ചേമ്പത്ത് വെച്ച് നമ്മൾ നല്ലൊരു കൂട്ടാൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഉള്ളത് വെച്ചിട്ട്. അപ്പോൾ അതേ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പൂളല്ലേ, പൂള നമ്മൾ കട്ട് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. തിളപ്പിച്ച് ഊറ്റിയിട്ട് മാത്രമേ വേവിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഇതെല്ലാം പാടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണേ. കല്ലുപ്പാണ് നമ്മളിങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്ന നല്ലത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നല്ല കാന്താരി മുളക് വേണ്ട, നല്ല ഉണ്ട മുളകാണ്. കാന്താരി മുളക്, തേങ്ങ, പിന്നെ ഒരു 4-5 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, കൂട്ടാനൊക്കെ വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ഈ അരപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തുള്ളിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഗ്യാസിൽ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് തുള്ളിച്ചെടുത്താൽ മാത്രം മതി, അധികം തിളക്കൊന്നും വേണ്ട. അപ്പം നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നവർക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ തുള്ളി വന്നിട്ടുണ്ട്, ഇത് ഇറക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് വറുത്ത് ചേർക്കുന്നവർക്ക് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നല്ല വാഴൻ്റെ ഇലയിൽ ഇട്ട് പിന്നെ വിളമ്പിയിട്ട് നല്ല മോരൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.